നിമിഷപ്രിയയും യമനും വീണ്ടും വാർത്തകളിൽ നിറയുമ്പോൾ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന രീതിയും ചർച്ച ചെയ്യപ്പെടുകയാണിപ്പോൾ. ലോകത്ത് കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യമെന്ന കുപ്രസിദ്ധിക്കുടമയാണ് യമൻ. വധശിക്ഷ ഇവിടെ നിയമപരവുമാണ്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ നടപ്പാക്കാറുണ്ട്. കൊടും ക്രൂരമായ കല്ലെറിഞ്ഞു കൊല്ലൽ പോലുള്ള വധശിക്ഷ നടപ്പാക്കാനും യമനിൽ നിയമം അനുവദിക്കുന്നുണ്ടത്രേ. എന്നാൽ അത്തരമൊരു ശിക്ഷ അടുത്ത കാലത്തെങ്ങും നടത്തിയതായി റിപ്പോർട്ടുകളിലില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തലവെട്ടിയും ശിക്ഷ നടപ്പാക്കാറുണ്ട്. ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ച് കൊല്ലുകയാണ്. ഇതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട്. അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പാക്കൂ. അപൂർവമായാണ് പൊതുസ്ഥലങ്ങളിൽ വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. അവിടെ തറയിൽ ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുണ്ടാവും. പ്രതിയുടെ കൈവിലങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം മുഖം കീഴെയാക്കി കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടുന്നു. പ്രതി ആ നിർദ്ദേശമനുസരിച്ച് അല്പം കഴിയുന്നതോടെ തന്നെ ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും. പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിൻ്റെ ഭാഗത്തേക്കാണ് വെടിയുണ്ട പായിക്കുന്നത്. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ വെടിവെക്കും. വെടിയുണ്ടകളേറ്റ് ഹൃദയവും സുഷുമ്നയും ശ്വാസകോശവും തകർന്ന് ലവലേശ വേദന പോലും അറിയാതെ പ്രതി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും. പ്രതിയുടെ ഹൃദയം ഏതു ഭാഗത്താണെന്ന് ആരാച്ചാർക്ക് ഡോക്ടർ കൃത്യമായി കാണിച്ചു കൊടുത്തിരിക്കും. അണുവിട തെറ്റാതെ അവിടെ തന്നെയായിരിക്കും ആരാച്ചാർ വെടിവെക്കുക. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകും. കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടവാറടി നൽകുന്ന പതിവുണ്ട്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനൊപ്പം വ്യഭിചാരം, മതനിന്ദ, മയക്കുമരുന്ന് കടത്തൽ, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നടക്കുന്നുണ്ട്. രാജ്യദ്രോഹം, മതനിന്ദ, മയക്കുമരുന്ന് കടത്ത്, ചാരവൃത്തി എന്നിവ കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിലുള്ളതാണ്. അത്തരം കേസുകളിൽ പിടിയിലാകുന്നവർക്കാണ് വധശിക്ഷയ്ക്ക് മുൻപ് ചാട്ടവാറടി നൽകുന്നത്. ഇത് പരസ്യമായിട്ടായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. ശിക്ഷയുടെ കാഠിന്യം കണ്ടറിഞ്ഞ് മറ്റുള്ളവർ അത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. ഒടുവിൽ യമൻ ഭരണാധികാരി ദയാഹർജി തള്ളുന്നതോടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി കുറിക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം ചേക്കേറിയ 10,000-കണക്കിന് മലയാളി നഴ്സുമാരിൽ ഒരാളായിരുന്നു നിമിഷപ്രിയ. ഭർത്താവ് ടോമി തോമസിനും മകൾക്കൊപ്പം യമനിൽ കഴിയുകയായിരുന്നു. എന്നാൽ ടോമി മകളെയും കൂട്ടി 2014 നാട്ടിലേക്ക് മടങ്ങി. നിമിഷപ്രിയ അവിടെ തുടരുകയും യമൻ പൗരനായ തലാൽ അബ്ദു മെഹ്ദിയുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു. 2017 തലാൽ അബ്ദു മെഹ്ദിയെ നിമിഷപ്രിയ സുഹൃത്ത് ഹനാനൊപ്പം ചേർന്ന് അനസ്തേഷ്യ നൽകിയ ശേഷം കൊലപ്പെടുത്തുകയാണെന്നാണ് കേസ്. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു. ദുർഗന്ധം വമിച്ചതോടെ സമീപങ്ങളിലുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. ഇതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഇതിനിടെ നിമിഷപ്രിയ 200 കിലോമീറ്റർ അകലെ മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. തലാലിനെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. ഇതോടെ ആശുപത്രി അധികൃതർ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും അറസ്റ്റിലായി. തുടർന്ന് വിചാരണ നടത്തി നിമിഷപ്രിയ വധശിക്ഷയ്ക്കും ഹനാന് ജീവപര്യന്തത്തിനും വിധിക്കുകയായിരുന്നു. എന്നാൽ നിമിഷപ്രിയ തലാലിൻ്റെ ഭാര്യയാണെന്ന തരത്തിൽ രേഖകളുണ്ട്. എന്നാൽ ഇത് ക്ലിനിക്കിന് ലൈസൻസ് എടുക്കാൻ ഉണ്ടാക്കിയ താത്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷപ്രിയ പറയുന്നത്. ഭാര്യയും കുഞ്ഞുങ്ങളുമുള്ളയാളാണ് തലാൽ എന്നും ഇയാൾ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ ഇയാൾ ലഹരിമരുന്നിന് അടിമയായിരുന്നു. അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചിരുന്നു.